കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമം. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, കേന്ദ്ര ബജറ്റ് വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ. സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചെലവുകൾക്കായി പണം കണ്ടെത്താൻ നഷ്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി തന്നെ വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ സംബന്ധിച്ചും ലഭ്യമാക്കേണ്ട തുക സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കുമുള്ള കേന്ദ്ര വിഹിതം കൃത്യമായി തന്നെ ലഭ്യമാക്കുന്നുണ്ട്. ലൈഫ് മിഷന്റെ കാര്യത്തിലാണെങ്കിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ജൽജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ എല്ലാം കേന്ദ്ര വിഹിതം കൃത്യമായി നൽകുന്നുണ്ട്. പക്ഷെ അത് വകമാറ്റി ചിലവഴിക്കുന്നത് കാരണം പദ്ധതികൾ സംസ്ഥാനത്ത് നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്തെ ഈ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ളൊരു ശ്രമം അത് ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് മറുവശത്ത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നും കൂടുതൽ സഹായം നേടിയെടുക്കാനുള്ള നീക്കം. ഏതായാലും ബജറ്റിന് മുന്നോടിയായി തന്നെ ഈ പദ്ധതികളുടെ ഒരു വിവരങ്ങൾ കൈമാറുകയും കൂടുതൽ പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാനാണ് സംസ്ഥാന സർക്കാരിന്റെ ധനവകുപ്പിന്റെ തീരുമാനം.